വെൽനസ് സെന്ററിന്റെ കാര്യം പറഞ്ഞു. ചെയർമാൻ, കോട്ടയിൽ പാപ്പാട് ജംഗ്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് പനമ്പള്ളി കോളേജിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടാവും. സാധാരണക്കാർക്ക് യാതൊരു പൈസയുമില്ലാതെ പ്രാഥമിക ചികിത്സ കിട്ടുന്ന ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടാവും. ഇന്നത് ഇടിച്ചു പൊളിച്ച് ചില സ്വകാര്യ വ്യക്തികൾ നേരിൽ തിരികെയാണ്. അത് ഈ വെൽനസ് സെന്ററിന്റെ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ ഹെൽത്ത് സെന്റർ തിരിച്ചു പിടിക്കാനായിട്ട് ചാലക്കുടി നഗരസഭയ്ക്ക് ഇന്നലെ കഴിഞ്ഞിട്ടില്ല. ഇന്നും ചാലക്കുടി നഗരസഭ അതുമായി ബന്ധപ്പെട്ട കേസ് നടത്തുന്നുണ്ട്. അതിന്റെ കേസ് എവിടെ വരെ എത്തിയെന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു കൗൺസിലേഴ്സിനോ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥർക്കോ അറിയാൻ കഴിഞ്ഞിട്ടില്ല. മുട്ടുകൂട്ടിയിരിക്കുന്നവരെ അത് അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ. കാരണം മുൻ ചെയർമാനായിരുന്ന എ പി ജോർജിന്റെ കുടുംബമാണ് അത് ഇടിച്ചു പൊളിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അടുത്ത മാസം 9-ാം തീയതി അതിന്റെ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലവും അതിന്റെ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. ചാലക്കുടി നഗരസഭയിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? പറ്റില്ല നിങ്ങൾക്ക്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 20 ലക്ഷം വെച്ചിട്ട് പുതിയ ഭൂമി വാങ്ങിക്കാൻ പോയേക്കാണ്. മുൻ ചെയർമാൻ CA ജോർജ് ചെയർമാനായിരുന്ന സമയത്താണ് ഈ ഹെൽത്ത് സെന്റർ അവിടെ ആരംഭിക്കുന്നത്. ഈ സ്ഥലം നഗരസഭയ്ക്ക് തീർന്നു വന്നിട്ടില്ല. ഇപ്പോഴും അതിന് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത് ആളുടെ രണ്ടാമത്തെ മകൻ RT ജോർജാണ്. ഇപ്പൊ അതിന് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അതാണ് ഞാൻ അന്വേഷിച്ചറിഞ്ഞ അതിന്റെ കാര്യങ്ങൾ. ഇനി അവർക്ക് സന്മനസ് തോന്നി നമുക്ക് ആ സ്ഥലം വിട്ടു തരികയാണെങ്കിൽ നമുക്ക് അവിടെ ഹെൽത്ത് സെന്റർ ആദ്യം സ്ഥാപിക്കാം. 92 എനിക്കിപ്പോ അതോട് പറയാനായിട്ട് ഞാൻ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് 92 ഏപ്രിൽ മുതൽ 92 ഒക്ടോബർ വരെ അവിടെ താമസിച്ച് വർക്ക് ചെയ്ത ആളാണ് ഞാൻ. അത് ഗവൺമെന്റ് സെന്റർ ആണ്. ഞങ്ങളാണ് അവിടുത്തെ കറണ്ട് കാശ് അടച്ചതും. ഞാൻ ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട് 5 ദിവസം കോടതിയിൽ കയറി ഇറങ്ങി. അന്ന് ഇവിടെ നമുക്ക് കിട്ടിയതാണ്. പിന്നത്തെ അവസ്ഥ എനിക്കറിയില്ല. കാരണം ഞാൻ അവിടെ താമസിച്ചത് കൊണ്ട് സാക്ഷിയായിട്ട് എന്നെ പോയി ഞാൻ ആ കേസിനൊക്കെ കൂട്ടുകൊണ്ട ആളാണ്. ഇപ്പോഴത്തെ നിലപാട് എനിക്കറിയില്ല. അന്ന് നമുക്കത് കിട്ടും ചെയ്തതാണ്. അത്രയും കൂടി ഞാൻ പറയാം. ചാലക്കുടി നഗരസഭയുടെ പ്രഥമ ചെയർമാന്റെ പേരിൽ ഇവിടെ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഇത് നോക്കിക്കോ, ഇന്ന് വരെ നമ്പർ ഇട്ടല്ലയാ. ഇന്ന് വരെ നമ്പർ ഇട്ടല്ല. ഇന്ന് അതിലെന്തോ അഴിമതി പറഞ്ഞിട്ട് കേസ് പിരിക്കണേ. സൊസൈറ്റി കണ്ടെടുത്ത് തരാന്നറിയോ? ഒരു സൊസൈറ്റി. ഇത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണം കൊണ്ടിട്ട് ചാലക്കുടി നഗരസഭയുടെ മിനി മാർക്കറ്റിന്റെ ഉള്ളില് മിനി ടൗൺ ഹാൾ പണിയാൻ വേണ്ടിട്ട് അതിന്റെ ടെൻഡറും എഗ്രിമെന്റ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. 40 ലക്ഷം രൂപയുടെ. എന്നാന്നറിയോ? 2023 എന്തുകൊണ്ട് അവിടെ ഒരു പില്ലർ ഇടാൻ പറ്റിയല്ലോ? അവിടെ വത്സൻ ചെമ്പകരേട്ടൻ കഴിഞ്ഞ ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ആശംസ പറഞ്ഞപ്പോ പറഞ്ഞു ജനുവരിയിൽ പണിയൊന്ന്. ഞാൻ വെച്ച എല്ലാ പ്രൊസീജറും കഴിഞ്ഞിരിക്കുന്നതെന്ന്. അത് പരിശോധിച്ചപ്പോഴാണ് 40 ലക്ഷം രൂപയുടെ എഗ്രിമെന്റും ടെൻഡറും എഗ്രിമെന്റും കഴിഞ്ഞിട്ടുണ്ടാവുന്നോ 2023 എന്തുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് എന്താ പറ്റില്ല? എബി ജോർജിന് മാത്രമാണോ അയാളുടെ അപ്പന്റെ സ്മാരകം പണിയാനായിട്ട് പറ്റിയുള്ളൂ? നിങ്ങൾക്ക് പറ്റിയുള്ളേ? ഞാൻ പറഞ്ഞിരിച്ചാമി എന്ന് വെച്ചാൽ അറിയോ? ഇത് പറഞ്ഞിട്ടുണ്ട്. അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ചാലക്കുടി പനമ്പള്ളി കോളേജ് മുതല് നിരവധി സമഗ്ര സംഭാവന ചാലക്കുടി ചെയ്താണെന്ന്. അയാൾക്കാണ് സ്മാരകം വേണ്ടേ. അന്ന് അദ്ദേഹം ചെയർമാൻ മറ്റേ എബി ജോർജ് ചെയർമാനായിരിക്കുന്ന സമയത്ത് ഇവിടെ കയറുന്നത് വലിയ ഡയലോഗ് പറഞ്ഞു. ചാലക്കുടിയിലെ മൺമറഞ്ഞു പോയ ചെയർമാന്മാരുടെ പേരിൽ വലിയ ബിൽഡിംഗ് പണിയുന്നു. എന്നിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ അതിന് നമ്പർ ഇടിക്കാൻ പറ്റില്ലാന്ന്. ഇത് പറഞ്ഞ സൊസൈറ്റിക്ക് എന്തുകൊണ്ട് പറ്റിയുള്ള എന്തായാലും ഞാൻ കാട്ടിയ നിങ്ങൾ പഠിച്ചിട്ട് നോക്കിയണ്ട. അത് ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്പർ അന്തരിസാമിന്റെ പേരിലാണ് ഞങ്ങൾ പറയുന്നത് ആദ്യം ബിൽഡിംഗ് പണിയിട്ടത്. എന്തുകൊണ്ട് പണിതില്ല? ഇവിടെ സ്മാരകം പണിയാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തണ്ണീർത്തട നിയമമനുസരിച്ച് നിലവായ തണ്ണീർത്തട നിയമമനുസരിച്ച് അതിനു വേണ്ടിയിട്ട് BTR നിന്ന് മാറ്റി നടപടി ആരംഭിച്ചത്. 6-7 പ്രാവശ്യം മുൻ ചെയർമാൻ തിരുവനന്തപുരത്ത് പോയി റവന്യൂ മിനിസ്റ്റർ രാജേന്ദ്രനെ കാണുകയും അങ്ങനെ അവസാനം കിട്ടിയതിനു ശേഷമാണ് 50 ലക്ഷം രൂപ വകയിരുത്തത്. ഇതിന്റെ എസ്റ്റിമേറ്റും അതുപോലെ തന്നെ പ്ലാനും തയ്യാറാക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിനാണ്. അവരതിൽ 6 ഫയലിംഗ് കാണിച്ചില്ല. അണ്ടർഗ്രൗണ്ടിൽ അതിന്റെ ഫൗണ്ടേഷൻ വർക്കുകൾക്ക് മാത്രമാണ് 50 ലക്ഷം രൂപ എന്ന് പറയുന്നത്. MLA MP പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതെ പണം അനുവദിച്ചാൽ അത് ലാപ്സ് ആയി പോകും. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം 50 ലക്ഷം രൂപ MP അനുവദിച്ചതാ. അത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാരണം പണി ആരംഭിച്ചാലല്ലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകളെല്ലാം പരിശോധിച്ച് ആ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമാണ് അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. പക്ഷേ ദൗർഭാഗ്യവശാൽ 6 ഫയലിംഗ് വർക്കുകൾ അവര് അത് വിട്ടുപോയി. മുന്നുണ്ടായിരുന്നത് ജപാല എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനടക്കം ഇവിടെ നഗരസഭയുടെ കവാടത്തിൽ സത്യാഗ്രഹം വരുന്ന അവരൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. 1ാം പിണറായി സർക്കാരിന്റെ പുതുക്കിയ ബഡ്ജറ്റില് റവന്യൂ ടവർ ചാലക്കുടിക്ക് അനുവദിച്ച് പോട്ട ഈ മിനി മാർക്കറ്റിന്റെ ഉള്ളിൽ പണിയാൻ പോയേ. അന്നതിന് തടസ്സം നിന്നു. PO പൈലപ്പിനടക്കം പുറത്തിരിക്കുന്ന 16 കൗൺസിലർമാര് അതിന് കേസിന് പോയ വൈസ് ചെയർമാൻ എന്തിനാണ് കേസിന് പോയേ? അത് BTR നിലാന്ന് പറഞ്ഞ് കിടക്കുന്ന ഭൂമിയാണ്. അതറിയാണ്ട് ഏത് ബന്ധന്മാരാണ് അതിലേക്ക് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി കൊണ്ടുപോയേ? ഏത് ബന്ധന്മാർ
മണ്ടന്മാരാണെന്ന്. റവന്യൂ ടവർ ഒന്നാം പിണറായി സർക്കാരിന്റെ പുതുക്കിയ ബഡ്ജറ്റ് കൊടുത്തതാണ്. അത് പണിയാൻ പോട്ടേക്ക് ഉണ്ടായേ BTR നിലമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് അത് മാറ്റിവെച്ച. എന്നിട്ട് പൊട്ടുമാരാണ് അവിടെ അതവിടെ പണിയാൻ കൊണ്ടുപോയേ. എന്നിട്ട് ഈ പറഞ്ഞ സൊസൈറ്റിനെ കൊണ്ട് എഗ്രിമെന്റ് വെച്ചു, ടെൻഡർ വെപ്പിച്ചു. നിങ്ങൾക്ക് കോൺഗ്രസിന്റെ അനുകൂല സംഘടനമായ സൊസൈറ്റി കൊണ്ട് എഗ്രിമെന്റ് ടെൻഡർ വെപ്പിച്ചിട്ട് അതിൽ പൈലിംഗ് ചെയ്യാൻ പറ്റില്ല. അത് എന്താ കാരണം? എന്താ പൈലിംഗ് ചെയ്യാൻ പറ്റാതെ? ഇവിടെ എസ്റ്റിമേറ്റ് തയ്ക്ക് പറ്റിയില്ലേ? അത് പരിശോധിച്ച് ഇത്ര വലിയ മഹാമാരായ ഈ വീരവാദം പഠിച്ച കൗൺസിലേഷൻ ഉദ്യോഗസ്ഥനെ പറ്റിയില്ലേ പൈലിംഗ് ചെയ്യണമെന്ന്? ഫയലിംഗ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഈ പറഞ്ഞ പേര് പരാമർശിക്കുന്നു. ഞാൻ പറയും ഈ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ബി ജോർജ് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാന്ന്, അവരുടെ ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കാന്ന്. പിന്നത്തെ കൗൺസിലിൽ രേഖാമൂലം എഴുതി കൊടുത്തില്ലോ. എന്താ അദ്ദേഹം ഈ കൗൺസിൽ ഇല്ലാത്ത കാരണം കൊണ്ടുണ്ടോ രേഖാമൂലം എഴുതി കൊടുത്തേ? ഫയലിംഗിന് ഞാൻ തരാന്ന് പറഞ്ഞ ഫണ്ട് തരില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യങ്ങളൊന്നും പറയാൻ പറ്റുമോ? ഇപ്പൊ കഴിഞ്ഞ ഭരണസമിതി UDF ഭരണസമിതിയായിരുന്നു. ആ ഭരണസമിതിക്കെതിരെ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടാണ് വത്സൻ കൗൺസിലർ. അങ്ങനെ വത്സൻ കൗൺസിലർ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ വത്സൻ കൗൺസിലർ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് എതിരോ തടസ്സമോ ആയിട്ട് ഈ പറയുന്ന ഭരണസമിതിന്റെ ഭാഗമായിട്ടുള്ളോ വത്സൻ അത് ചെയ്യേണ്ടി വരിക, സമരം ചെയ്യേണ്ടിയായിട്ട് വരുന്നുണ്ടാവാം. അതിന് മുന്നിൽ കുത്തിയതാണ് വത്സൻ. അപ്പോൾ വികസന വിരോധികൾ, യഥാർത്ഥ വികസന വിരോധികളായ ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അവിടെ പണിയണം. അവിടെ പണിയാൻ മാത്രമല്ല, മുനിസിപ്പാലിറ്റിക്ക് നമുക്ക് മുമ്പത്തെ പഴയ കെട്ടിടത്തിന് അനുവദിക്കപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ പണിയണം എന്ന് ഞങ്ങൾ ഇപ്പോഴും കുറച്ച് നിൽക്കുകയാണ്. എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നഗരസഭയുടെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ 1-ാം വാർഡ് കൗൺസിലർ VJ ജോർജ് ഉന്നയിച്ച ചോദ്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം പറഞ്ഞത്, ഈ നഗരസഭാ ബഡ്ജറ്റിൽ നിങ്ങൾ തുടക്ക ബഡ്ജറ്റ് അവതരണത്തിന്റെ ലൈവ് നിങ്ങൾ എല്ലാവരെയും കാണിച്ചു, എന്തുകൊണ്ട് ചർച്ചയ്ക്ക് ലൈവ് കാണിക്കുന്നില്ല? നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് തരാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് നിങ്ങൾ ലൈവ് കാണിക്കാതിരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ? വെൽനസ് സെന്ററിന് വേണ്ടി കോട്ടയിൽ വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം മേടിക്കുന്നതിനായിട്ട് 20 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. നിലവിൽ അവിടെ ഒരു സ്ഥലമുണ്ട്. മുൻ ചെയർമാനായിട്ടുള്ള CA ജോർജ് നൽകിയ ഭൂമി. ആ ഭൂമിയിൽ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു. പിന്നീട് മക്കൾ അത് പിടിച്ചെടുത്തു. അതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് കോടതിയിൽ നിന്നും വിധിയുണ്ടായി. ഇപ്പോൾ മേൽക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുന്നു. പക്ഷേ അത് എബി ജോർജിനോ ആറ്റ്ലി ജോർജിനോ CA ജോർജിനോ മക്കൾക്കാർക്കും അവകാശപ്പെട്ടാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം നിലവിലുള്ളപ്പോൾ ആ സ്ഥലം തിരിച്ചു പിടിക്കാനായിട്ട് ഇടപെടൽ ചെയ്യാണ്ട് വീണ്ടും 20 ലക്ഷം രൂപ വെക്കുന്നു? അതിന് മറുപടി റീന ഡേവിസ് പറഞ്ഞു, വത്സൻ ചമ്പക്കര പറഞ്ഞു. പക്ഷേ കൃത്യമായ ചോദ്യങ്ങൾ തന്നെ VJ ജോർജ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ ഇടപെടൽ ചെയ്യുന്നില്ല? ആരെ സഹായിക്കാനാണ്? രണ്ടാമത്തെ സംഭവം, കോൺഗ്രസിന്റെ അഡ്വൈസറി ചെയർമാനായിരുന്ന നഗരസഭയുടെ അഡ്വൈസറി ചെയർമാനും ഈ നാടിന് വേണ്ടി ഒട്ടനവധി ഭൂമികൾ വിട്ടുകൊടുത്ത എംറാന്തിരി സ്വാമിയുടെ പേരിൽ സ്മാരകം പണിയുമെന്ന് എബി ജോർജ് ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, പല ചെയർമാൻമാർക്കും PK2 MLA-ക്കും സ്മാരകം പണി എന്ന് പറഞ്ഞ് ഗീർവാണം തന്നെ വായെ തോന്നിയത് വിളിച്ചു പറയാ. എന്നിട്ട് ശരിക്കും പറഞ്ഞ ചെയർമാൻമാരെ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ആ പ്രഖ്യാപനം ഉണ്ടായത്. ഇതിൽ ഏറ്റവും ആദ്യം സ്മാരകം പണിയേണ്ടത് എംറാന്തിരി സ്വാമിയുടേതായിരുന്നു. പക്ഷെ പണിത് സ്വന്തം അപ്പന്റെ പേരിൽ. സ്വന്തം അപ്പനാരായിരുന്നു? കോൺഗ്രസിനെയും UDF-നെയും തോൽപ്പിക്കാൻ വേണ്ടി മത്സരിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പേരിലാണ് സ്മാരകം പണിത്. സ്മാരകം പണിത് കഴിഞ്ഞിട്ടോ ഇപ്പോ സ്വന്തം മുനിസിപ്പാലിറ്റിന്ന് പോലെ നമ്പർ കിട്ടിയിട്ടില്ല, വിഷയങ്ങളായിട്ട് നിൽക്കുന്നു. അതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ചെയർമാനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് വത്സൻ ചമ്പക്കര എന്ന് പറഞ്ഞ കൗൺസിലർ പറഞ്ഞു, ഉടനെ തന്നെ ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പറഞ്ഞു. എവിടെ? ഞാൻ പൈസ തരും, എന്നിട്ട് പൈലിംഗ് ആരംഭിക്കാമെന്ന് എബി ജോർജ് തീരുമാനിച്ചിരുന്നു, കുറച്ച് പൈസ. എന്നിട്ട് എവിടെയാണ്? VJ ജോർജ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതായിരുന്നു. എംറാന്തിരി സ്വാമിയുടെ കമ്മ്യൂണിറ്റി ഹാളിന് വേണ്ടി ഒരു പില്ലർ പോലും പണിയാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? അതീവ ഗൗരവമായിട്ടുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ കളിസ്ഥലവുമായി ബന്ധപ്പെട്ട് മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഈ കളിസ്ഥലവുമായിട്ട് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെ ഈ ബഡ്ജറ്റിൽ എവിടെയാണെന്ന് കാണിച്ചിട്ടുള്ളത്? ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സംഭവങ്ങളായിരിക്കണം. ഇവിടെ 50 കൊല്ലം കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളൊരു വിശ്വാസമൊന്നും ഈ കാലഘട്ടത്തിലില്ല. നമ്മൾ 2026-ലാണ്. 1970-ൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്രയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന്റെ DPR-മായി ബന്ധപ്പെട്ട ഈ കമ്മ്യൂണിറ്റി ഹാളിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഒരു പില്ലർ പോലും. നിങ്ങൾ ഈ കാണുന്ന എംറാന്തിരി സ്വാമിയെയും സ്വാമിയുടെ കുടുംബത്തെയും അപമാനിക്കുന്ന രീതിയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും ഫണ്ട് വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ തവണയും ഫണ്ട് വെച്ചിട്ടുണ്ട്, ഇത്തവണയും ഫണ്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ഫണ്ട് അനുവദിച്ച MP-യുടെയും MLA-യുടെ നേതൃത്വത്തിൽ വലിയ ഉദ്ഘാടനം നടന്നു. എന്നിട്ട് എന്ത്? VJ ജോർജ് ചോദ്യങ്ങൾ വളരെ ഷാർപ്പാൻ, വളരെ കൂരമ്പ് പോലെയാണ് VJ ജോർജിന്റെ ചോദ്യങ്ങൾ. ഇതിന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെയുള്ള ചില വിഡ്ഢിത്തരങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തണ്ണീർത്തടം അത് മാറ്റാനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ടാണെന്ന്. അപ്പൊ അതിന് VJ ജോർജ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ സ്ഥലം തണ്ണീർത്തടമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? അവിടെ ഇതുപോലെ തന്നെ ഒരു റവന്യൂ ടവർ വരുന്നതായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ VO പൈലപ്പൻ അടക്കമുള്ള കൗൺസിലർമാരെന്നെ എതിർത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭയുടെ ബഡ്ജറ്റ് അവതരണത്തിൽ VJ ജോർജ് ഷൈനിങ് സ്റ്റാറായി. ഹെൽത്ത് സെന്റർ,
എംറാന്തിരി സ്വാമിയുടെ പേരുള്ള കമ്മ്യൂണിറ്റി ഹാൾ, തുടർന്ന് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായും വ്യക്തമായും അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായിട്ട് നൽകിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആശാവർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു വൈസ്. ഇന്നും വൈസ് സൂചിപ്പിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും സമരം ചെയ്യുമ്പോ ആ സമരം ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അനാവശ്യമായിട്ട് അവിടെ കയറിയുന്ന കസരയിൽ നിന്നിട്ട് ആശാവർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വരെ 10 പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൊടുക്കാൻ പറ്റില്ല എന്നത് സെക്രട്ടറി ചോദിച്ച സെക്രട്ടറി അടുത്ത്. അതുപോലെ 400 വനിതകൾക്ക് ഇവിടുത്തെ പിടിപ്പുകാരുണ്ട്, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകാരുണ്ട്, അല്ലെങ്കിൽ ഭരണസമിതിയുടെ പിടിപ്പുകാരുണ്ട്, പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൊടുക്കാന്ന് പറഞ്ഞാൽ എത്രയുടെ എമൗണ്ട് കൊടുക്കാൻ പറ്റുമോ? ഈ ബഡ്ജറ്റ് കണ്ടില്ലല്ലോ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം അനാവശ്യ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന ആളുകൾ ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ബഡ്ജറ്റിൽ വെച്ചിട്ട് അത് ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തിട്ട് അത് ചാലക്കുടിക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു ലൈവ് ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചരിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ ലൈവ് ഷോ കാണിക്കാനായിട്ട് ഇന്ന് ഇവിടെ ഇല്ല, അതില്ല. ഇവിടുത്തെ മീഡിയാസ് ശ്രദ്ധിക്കണം കേട്ടാ. കാലത്തോട് ലൈവ് ഷോ ഉണ്ടായിരുന്നു. അതിന്റെ പോരായ്മകൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്നത് ഒന്ന് കാട്ടി കളഞ്ഞു. നിങ്ങളൊക്കെ ചർച്ച ചെയ്യണം. ആധുനിക കളിത്തലെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. 2015-20 കൗൺസിൽ കാലഘട്ടം ചർച്ച ചെയ്തേക്കുന്നതാണ് ആധുനിക കളിത്തലം. അതിന്റെ ഭാഗമായിട്ട് കളിത്തലം ഈ പറഞ്ഞ കോസ്മോസ് കളത്തിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അന്ന് കളക്ടറുടെ അക്കൗണ്ടിൽ 25 ലക്ഷം ലഭിച്ചിട്ടുണ്ട്. അതൊന്നും ഈ ബഡ്ജറ്റിൽ കാണിച്ചല്ലാന്ന്. തുടർന്നൊന്നും ഒരു കൗൺസിലും കഴിഞ്ഞ കൗൺസിലും അതിന് മുമ്പത്തെ കൗൺസിലും ചർച്ച ചെയ്തിട്ടില്ല. അതാണ് പറഞ്ഞ ഈ ബഡ്ജറ്റും സെയിം ആണ്. പിന്നെ കൈവശ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കാണിച്ചിട്ടുണ്ട് ഇതില്. കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ട്, അതിന്റെ മുമ്പത്തെ ബഡ്ജറ്റിലുണ്ടെന്ന്. ഈ ഹെൽത്ത് സെന്റർ പണിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തു എന്നതാണ് വസ്തുത. സ്ഥലം നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലം വേറൊരു വ്യക്തിക്കും കൈയാറാൻ സാധിക്കില്ല. ഒരു കാരണവശാലും കോടതിയിൽ അത്തരം കേസുകൾ നിലനിൽക്കൂല. പക്ഷേ ഈ സ്ഥലം നഗരസഭയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള ഹെൽത്ത് സെന്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടി അന്ന് ചൗക്കയിലുള്ള ഹോസ്പിറ്റലായിരുന്നു അത് നിയന്ത്രിച്ചു വന്നിരുന്നത്. അറിയാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെന്റർ പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം സർക്കാർ ആ പദ്ധതി ഉപേക്ഷിച്ചു. ഹെൽത്ത് സെന്റർ എന്ന പദ്ധതി തുടർന്ന് അവിടെ പ്രവർത്തനം ഉണ്ടായില്ല, നേഴ്സ് ഉണ്ടായില്ല, ഡോക്ടർ ഉണ്ടായില്ല, സ്ഥാപനം ഉണ്ടായില്ല. അതിനെ തുടർന്ന് ജീർണാവസ്ഥയിലായ ആ കെട്ടിടം പകുതി ഭാഗം നിലംപൊത്തി. അതിനുശേഷമാണ് ഈ പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ ഈ പദ്ധതി നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ് ആ ഭൂമി അതിന്റെ ടാക്സ് അടച്ചു വരുന്ന ഉടമസ്ഥത ഏറ്റെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് അത് അവര് ഏറ്റെടുത്ത് ശരിയാണെന്ന് പറയുന്നില്ല. പക്ഷേ ആ ഭൂമി എന്താവശ്യത്തിനാണോ വിട്ട് കൊടുത്തത് ആ ആവശ്യം നിർവഹിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല, അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചില്ല. അതുകൊണ്ട് ആ ഭൂമി തിരിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജീർണാവസ്ഥയിലായി ശേഷിച്ചിരുന്ന ഭാഗം പൊളിച്ചു നീക്കി ആ ഭൂമി ഏറ്റെടുത്ത സമയത്ത് ബന്ധപ്പെട്ട ആളുകൾ അതുമായിട്ട് സമരമായി മുന്നോട്ട് പോകുന്ന കോടതിയിൽ കേസെത്തുന്നു. ഇന്നും നികുതി അടയ്ക്കുന്നത് ആ ബന്ധപ്പെട്ട ഈ പറയുന്ന മുൻ ചെയർമാന്റെ മക്കളാണ്. അവർക്ക് പാർട്ടീഷൻ ചെയ്തപ്പോ കിട്ടിയ താഴെയുള്ള മകന് കിട്ടിയ ഒരു ഭൂമിയായിട്ടാണ് അത് കാണപ്പെടുന്നത്. എന്തെങ്കിലും കോടതി നടപടികൾ നഗരസഭയ്ക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭൂമി നഗരസഭ ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ ആ പ്രദേശത്തൊരു ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം ചാലക്കുടി നഗരസഭയ്ക്ക് 50,000-ഓളം വരുന്ന ജനസംഖ്യയുള്ള നഗരസഭയ്ക്ക് 3 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അനുവദിക്കപ്പെട്ടു. അതിലൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാണ് കോട്ടയിൽ ആരംഭിച്ചത്. അതിനൊരു കെട്ടിടം പണിയുവാനായിട്ട് കോട്ടയിൽ പാടില്ല, ഇവിടെ തന്നെ പണിയണമെന്ന് നിഷ്കർഷിക്കുന്നത് അവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആരായാലും, ഏത് രാഷ്ട്രീയ കക്ഷിയായാലും, ഏത് വിഭാഗം ജനവിഭാഗമായാലും അത് അവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്ട് സംസ്ഥാന സർക്കാർ നിർത്തിവെച്ചു. അതിന്റെ ഭൂമിയുടെ ഉടമസ്ഥന്മാർ അത് ഏറ്റെടുത്തു. അത് കേസ് നടത്തി തിരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ജനങ്ങൾക്ക് അവിടെ വൈദ്യ സഹായം കിട്ടേണ്ടതുള്ളൂ, അവിടെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന ദാർഢ്യം ആരെടുത്താലും, ഏത് രാഷ്ട്രീയ കക്ഷി എടുത്താലും, ഏത് വ്യക്തി എടുത്താലും, ഏത് രാഷ്ട്രീയ പ്രതിനിധി എടുത്താലും തെറ്റാണ്. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നഗരസഭയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നതാണ്. ഹൈക്കോടതിയിലാണ് കേസ്. ഈ പറഞ്ഞ കേസ് ചാലക്കുടി നഗരസഭ പുറത്തെ കേസിന്റെ പുറത്ത് നഗരസഭയ്ക്ക് അനുകൂലമായി നഗരസഭ വഴി പുറത്തെ കേസ് ആയതുകൊണ്ട് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നഗരസഭയുടെ ഭൂമി അന്ന് അളന്ന് തിട്ടപ്പെടുത്തി ബോർഡ് വെക്കാൻ പറഞ്ഞതിന്റെ പ്രകാരം നഗരസഭ താലൂക്ക് ഓഫീസിനെ കൊണ്ടും ജില്ലാ സർവേ ഓഫീസറെ കൊണ്ടും അളന്ന് തിട്ടപ്പെടുത്തി ബോർഡ് വെച്ചിട്ടുണ്ട്. അതും അപ്പീൽ പോയിട്ട് സബ് കോടതിയിൽ ഇരിക്കണേ. ഇപ്പോഴും ആറ്റി ജോർജിന്റെ പോലെയാന്ന് പറഞ്ഞല്ലേ. ഈ എബി ജോർജും ആറ്റി ജോർജ് എന്ന് പറഞ്ഞ ചാലക്കുടിയുടെ പ്രഥമ ചെയർമാനായ സി ജോർജിന്റെ മക്കളാട്ടാ. അതുകൂടി മറക്കരുത്. ഈ ഹെൽത്ത് സെന്റർ തല്ലി പൊളിച്ച് അവരെ കുടുംബ സ്വത്തോടെ ആക്കിയത് 2002-ലൊക്കെയാണെന്ന്.
2002 ആ കേസ് അന്ന് മുതലായിട്ട് 2015 2015 കാലഘട്ടത്തിലാണത് നഗരസഭയ്ക്ക് അനുകൂലമായിട്ട് ചോദിച്ചു വന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞ ആലപ്പുഴയിലെ കഴിഞ്ഞ ഭരണസമിതി അന്വേഷിച്ചുള്ള ഇപ്പോഴും സബ് കോടതിയിൽ ഇരിക്കുന്നുണ്ട്. 9-ാം തീയതി കേസ്. ഇത് അന്വേഷിച്ചിട്ടൊന്നും പോയിട്ടില്ല. കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പോഴും നഗരസഭയുടെ ഭൂമിയായിട്ടിരിക്കണേ, സബ് കോടതിയിലാണ് ഇരിക്കണേ, സർക്കാരിന്റെ ഭൂമിയായിട്ടിരിക്കണേ. അതുമായി ബന്ധപ്പെട്ട് ജയരാം എന്ന വക്കീലാണ് കേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നഗരസഭയുടെ ഇതിലുള്ള പീറ്റർ വക്കീലാണ് കേസ് നോക്കണം. നഗരസഭയുടെ ചോദിച്ചു നോക്കിക്കോ, നഗരസഭയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ കൽപ്പനയായിട്ട് ഇപ്പോൾ ഇരിക്കണേ. അത്തരം ഒരു ഭൂമി അവിടെ ഇരുന്നിട്ട് 20 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ വൈകിട്ടേക്കാണ് വീണ്ടും ഭൂമി വാങ്ങിക്കാൻ വേണ്ടിട്ട്. എന്തുകൊണ്ട് ആ ഭൂമി വാങ്ങിക്കാൻ വേണ്ടിട്ട് നഗരസഭയ്ക്ക് ആ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് ആ കേസ് നോക്കിക്കൂടാ? അതിനാണ് വിമർശിച്ചത്. MLA-നും MP-നും വിളിച്ചു കൂട്ടി വലിയ ഉദ്ഘാടനം നടത്തില്ലോ കോട്ടയില്. ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പങ്കെടുത്തല്ലേ? ആർക്ക് വേണ്ടി ഉദ്ഘാടനം നടത്തിയ? ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിട്ട് അല്ലെ? അന്ന് ലോകസഭ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ആ കള്ളം മറിച്ച് അതിന്റെ പേരിലാണ് നിങ്ങൾ ഉദ്ഘാടനം നടത്തിയത്. എത്രയും പെട്ടെന്ന് ഈ കള്ളക്ക് മറിച്ചു വെക്കാം. പക്ഷെ അതൊക്കെ ഒരു നാളും മാറി നീക്കി പുറത്തു വരും. മമ്മൂട്ടി പറഞ്ഞ മാതിരി. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഉദ്ഘാടനം അമ്മാങ്ങൾ നടത്തി. ഞങ്ങൾ ഇപ്പോഴും പറയണേ, ടെൻഡറും എഗ്രിമെന്റും വെച്ച ആ ഭൂമിയില് ഒരു പില്ലർ ഇടാൻ വേണ്ടിട്ട് നഗരസഭയുടെ ഭരണാധികാരിക്ക് പറ്റിയുള്ളതാണ്, ഉദ്യോഗസ്ഥർക്ക് പറ്റിയുള്ള. എന്താ സംഭവിച്ചെന്നറിയോ? അതിന്റെ പില്ലറിന് പൈലിംഗ് ചെയ്തിട്ടില്ല. പൈലിംഗ് ചെയ്യാനായിട്ട് ഫണ്ട് വെച്ചുള്ളതാണ്. ആ ചേട്ടൻ മറച്ചു വെച്ചിട്ടാണ് ഞാൻ ജയിലിൽ ഉദ്ഘാടനം പറഞ്ഞത് ചേട്ടൻ. അന്ന് പൈലിംഗ് ചെയ്യാന്ന് ഈ മഹാൻ എബി ജോർജ് കഴിഞ്ഞ കൗൺസിലില് വലിയ വിരോധം മുഴക്കിണ്ടായിരുന്നു. സുമനസ്സുകളുടെ ഫണ്ട് തേറ്റിട്ട് പൈലിംഗ് നടത്താന്ന്. ഇല്ലേ ചെയർമാൻ? ആ വിഷയം തന്നെ പറഞ്ഞേ, ആ വിഷയം പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആ വിഷയത്തിലുള്ളതാണ് കോട്ടയിലെ കമ്മ്യൂണിറ്റികള്. 20 ലക്ഷം രൂപ വകയിരുത്തിയുണ്ട്. അത് ബഡ്ജറ്റിലുള്ള കേസ് തന്നെയാണത്. പറയുമ്പോ നമ്മള് ഞങ്ങൾ പേര് പരാമർശിച്ചു പറയുള്ളൂ. ആ പേര് 20 ലക്ഷം രൂപ എവിടെ വകയിരുത്തിയുണ്ട്? എവിടെ സ്ഥലമുള്ളതിന്? കോട്ടയിലെ എംബ്രാന്തിരി സ്വാമിയുടെ പേരിൽ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഇപ്പോഴും പറയണേ. ആ പണിയാൻ എന്തുകൊണ്ട് പറ്റിയുള്ള 9 ലക്ഷം രൂപയുടെ മറ്റേ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ 20 ലക്ഷം രൂപയാണ് നഗരസഭ കൊടുത്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ട് പിടിപ്പിക്കാനായിട്ട്. 20 ലക്ഷം രൂപ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുത്തിട്ടുണ്ട്. 2023 ഇന്ത്യ പ്രത്യേകിക്കാൻ പറ്റുമോ? അത് കുഴപ്പമുണ്ട്. നഗരസഭയുടെ എഞ്ചിനീയറിംഗ് കോളേജിന് 20 ലക്ഷം രൂപ ആയിട്ട് ഇതിന്റെ ഡീക്കാർ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതും വെച്ചു. എന്നിട്ട് 2023 ഞങ്ങൾ പറയുന്നത് ചാലക്കുടിയിലെ സമഗ്ര വികസനത്തിന് അല്ലെങ്കിൽ ഭൂമി വിട്ടു നൽകിയ അല്ലെങ്കിൽ മറ്റു സംഭാവനകൾ നൽകിയ എംബ്രാന്തിരി സ്വാമിയുടെ ബിൽഡിംഗ് സ്മാരകത്തിന് വേണ്ടി പറയുന്ന ടൗൺ ഹാൾ കോട്ടയിൽ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം. ഇനി ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കരുത്. പുതിയ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ടാവും. അതിന്റെ ചാലക്കുടി നഗരസഭ ആശ്രയത്തിൽ ഉണ്ടാവില്ല. നികുതി അടച്ച കാര്യം നമ്മളോട് ഞാൻ പറയണേ, ഒരു റോഡിന്റെയും നികുതി അടയ്ക്കുന്നത് ഇപ്പോഴും വിട്ടു തന്ന വ്യക്തി തന്നെ ആയിരിക്കും. അതിന്റെ ഒരു പ്രൊസീജിയറും പ്രോസസ്സും നഗരസഭ നടത്തിയിട്ടില്ല. അതറിയേണ്ട ആരും കൊണ്ടാ. നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, ചാലക്കുടി നഗരസഭയുടെ ഏത് റോഡാണോ നഗരസഭയ്ക്ക് വിട്ടുതന്നുണ്ടെങ്കിൽ ആ വിട്ടുതന്ന റോഡിന്റെ നികുതി അടയ്ക്കുന്നത് ആ സ്വകാര്യ വ്യക്തികൾ തന്നെയാണ്. അത് മറച്ചു വെക്കില്ല. പിന്നെ ഇപ്പൊ ഭരണസമിതി സമരം ചെയ്ത കാര്യം പറഞ്ഞല്ലോ. ഈ ചട്ടം കഴിഞ്ഞ ഭരണസമിതിക്ക് അത് സമരം ചെയ്തിട്ടുണ്ടല്ലോ. നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ട് ശബാന ആയിരിക്കുന്ന കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇത് ചെയ്യണതും ചെയ്യിപ്പിക്കുന്നതും ചെയ്യാണ്ടിരിക്കുന്നതും ഒരു ഗൂഢ സംഘാണ് ഇവിടുത്തെ. ആ ഗൂഢ സംഘാണ് നിങ്ങള്. അതാണ് ഇവിടെ തുറന്നു കാട്ടിയേ. നിങ്ങൾ പരിശോധിച്ചോ BTR നിലയായി ഭൂമിയാരോ അവിടെ. ഇതറിയാത്ത പൊട്ടന്മാരും നിലവിളിക്കണേ.